നവകേരള സർവേയെ സംബന്ധിച്ച് സിപിഎമ്മിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്ന് ഹൈക്കോടതി. എങ്ങനെ അറിഞ്ഞുവെന്നതിൽ പാർട്ടി സെക്രട്ടറിക്ക് വിശ്വസനീയമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല. പാർട്ടി സെക്രട്ടറിയുടെ സത്യവാങ്മൂലം ഒഴിഞ്ഞുമാറുന്ന തരത്തിലെന്നും ഇത് ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിശിതമായ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇത്തരം സർവേകൾക്ക് തടയിട്ട ഹൈക്കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞത്? രോഹിണി, നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയത് സംസ്ഥാന സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അതായത് നവകേരള സർവേ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിക്ക് സിപിഎമ്മിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. പാർട്ടി ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാനായിട്ട് പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല. ഈ ഒരു പൊതുതാൽപര്യ ഹർജിയിൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിലെ 6ാമത്തെ എതിർകക്ഷിയായിരുന്നു സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി. മറുപടി സത്യവാങ്മൂലത്തിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാനായിട്ട് പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല. സർക്കാരിന്റെ ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ, അതായത് ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്ത് പിന്നീട് സർക്കാരിന്റെ ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി സെക്രട്ടറി അണികൾക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചു. അതെങ്ങനെയാണെന്നുള്ള ഒരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഉത്തരം സത്യവാങ്മൂലത്തിലൂടെ നൽകാനായിട്ട് പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല. ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള ഒരു മറുപടി സത്യവാങ്മൂലമായിരുന്നു പാർട്ടി സെക്രട്ടറി ഫയൽ ചെയ്തത്, അല്ലെങ്കിൽ സമർപ്പിച്ചത്. ഇത് ഹർജിക്കാരുടെ ആരോപണം ബലപ്പെടുത്തുന്നതെന്നാണെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ മറ്റൊരു പരാമർശം. അതായത് ഹർജിക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ രാഷ്ട്രീയപരമായിട്ട് ഈ നവകേരള സർവേയെ ഉപയോഗപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സർക്കാരിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ സർക്കാരിന്റെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുക, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തുക, ഇതിനു വേണ്ടിയിട്ട് ഒരു സർവേ നടത്തുകയാണെന്നായിരുന്നു ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച പ്രധാന വാദം. ഈ വാദത്തിന് കഴമ്പുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ല എന്നുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. മാത്രമല്ല, സാമ്പത്തിക ചട്ടങ്ങളുടെ വ്യതിചലനം ഉണ്ടായി എന്നുള്ള വിലയിരുത്തലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു സർവേ ആണെങ്കിലും എന്ത് നടപടിയാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ, ചട്ടങ്ങൾ ഇവയൊക്കെ തന്നെ പാലിക്കണം. പക്ഷേ ഏകദേശം 20 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരമൊരു സർവേ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ ഈ കീഴ്വഴക്കങ്ങൾ ഒന്നും തന്നെ സർക്കാർ പാലിച്ചില്ല. മാത്രമല്ല, സിപിഎമ്മിന്റെ വോളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സർവേ നടത്താനായിട്ടുള്ള ഒരു ഉദ്ദേശമായിരുന്നു സർക്കാരിനുള്ളത്. 2025 ഒക്ടോബർ മാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു സർവേ പ്രഖ്യാപിക്കുന്നത്. അന്ന് അദ്ദേഹം അത് പറഞ്ഞത് സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിന് ഇനി അങ്ങോട്ടുള്ള തുടർഭരണത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കുന്നത്, നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു രൂപരേഖ തയ്യാറാക്കാനായിട്ട് സമഗ്രമായിട്ടുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നവകേരള റെസ്പോൺസ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഒരു സർവേ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അതിന് വിഭിന്നമായിട്ടായിരുന്നു കാര്യങ്ങളും നടപടിയൊക്കെ തന്നെ ഉണ്ടായത്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സർവേ ആക്കി മാറ്റാനായിട്ടുള്ള ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.